പറഞ്ഞ പോലെ തന്നെ 2018 ആ ഫ്ലഡിൻ്റെ ഒരു റീസൺ പറഞ്ഞിട്ട് അന്ന് ഒരു കുടുംബം മൊത്തത്തിൽ അവർ കൂടെ ഉണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് 10 ലക്ഷം കിട്ടിയാൽ പോലും ഒരു 7-8 മെമ്പേഴ്സ് ഉണ്ടാവും വീട്ടിൽ. പിന്നെ അവൻ്റെ ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ ഇവർക്ക് കിട്ടിയ 10 ലക്ഷത്തിന് ചെറിയൊരു വീടാണ് കിട്ടിയിട്ടുള്ളത്. ആ ഒരു വീട്ടിൽ അത്രയും പേര് താമസിക്കാറുണ്ട് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. പിന്നെ അന്ന് അവരുടെ കൂടെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. ആ ഒരു കാരണം കൊണ്ട് ഓക്കെ അവരങ്ങനെ മുന്നോട്ട് പോയി. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവർ പൂർണ്ണമായിട്ടും എല്ലാവരും നഷ്ടപ്പെട്ട് ചെറിയ പയ്യന്മാരാണ്. അവർക്ക് എന്താ ചെയ്യണം, മുന്നോട്ട് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഇല്ലാത്ത പയ്യന്മാരാണ്. ഞാൻ ശരിക്കും അവൻ്റെ ഏട്ടൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ നമ്മൾ അവനെ കൂടെ നിർത്തിയിരിക്കുകയാണ്. ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് നിർത്തി ഞങ്ങളെല്ലാവരും നോക്കുന്നുണ്ട്. പക്ഷെ എന്നാലും തന്നെ അവർക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇവർ ഫുള്ളി ഓപ്പൺ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ എന്തായാലും കൊടുക്കണം എന്നുള്ളതാണ് നമുക്കും പറയാനുള്ളത്. അന്നത്തെ സിറ്റുവേഷനിലാണ് ഓക്കെയാണ്. അല്ലെങ്കിൽ ഇന്ന് ഇപ്പോൾ അവരുടെ കുടുംബം ഉണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇവർ പറയുന്നതിൽ ന്യായമുണ്ട്. കാരണം ഇന്ന് ഇപ്പോൾ ഇവർ ചെറിയ പയ്യന്മാരാണ്. അന്നൊരു 10 ലക്ഷം കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു വാസയോഗ്യമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീട് പോയി നോക്കാം. നമ്മളാരും നുണ പറയുന്നതല്ല. ആ വീട് കണ്ടാൽ പറയാൻ പറ്റും അവിടെ താമസിക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ ചെവി വെച്ച് കഴിഞ്ഞാൽ അടിയിൽ കൂടെ വെള്ളം പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു 10 ലക്ഷത്തിൻ്റെ പേരും പറഞ്ഞിട്ട് എന്താ പറയുക, ഈ പിള്ളേരെ മൊത്തത്തിൽ അവഗണിക്കുന്ന ഇതാണ് അവസ്ഥയാണ്.